ഡിയേഴ്സ്, എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് വൊക്കാബുലറി സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തിരുന്നാലും വൊക്കാബുലറി നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് വൊക്കാബുലറി. ഈ ഒരു ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കാൻ പറ്റിയ നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ, നോർമൻ ലിവിസിന്റെ വേർഡ് പവർ മേഡീസി എന്ന് പറയുന്ന ബുക്ക്. ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. വളരെ ചെറിയ കാശേ ആവത്തുള്ളൂ. പറ്റുന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വിവിധ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വൊക്കാബുലറി സീരീസിൽ ഉൾപ്പെടുത്തി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലീഷ് വൊക്കാബുലറി സീരീസ് ക്ലാസ് 1. ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ നോർമൻ ലിവിസിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അതിലുള്ള കുറച്ച് വൊക്കാബുലറീസ് ഡെയിലി നമുക്ക് പഠിച്ചു പോകാം. അതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രാക്ടീസ് സെക്ഷനും കൂടെ നോക്കുമ്പോൾ നിങ്ങൾ അങ്ങ് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് വേർഡ് നോക്കിക്കേ, വായിച്ചേ. ഇതെങ്ങനെ വായിക്കുന്നേ? ഡെക്സ്റ്ററസ്. എന്താണ്? ഡെക്സ്റ്ററസ് എന്നാണ് ഈ ഒരു വേർഡ്. ഡെക്സ്റ്ററസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? സ്കിൽഫുൾ. എന്താണ് സ്കിൽഫുൾ? ഡെക്സ്റ്ററസ് മീൻസ് സ്കിൽഫുൾ. സ്കിൽഫുൾ എന്ന് വെച്ചാൽ മലയാളത്തിൽ നമുക്ക് എന്തോന്ന് പറയാം? മലയാളത്തില് സ്കിൽഫുൾ എന്ന് വെച്ചാൽ എന്താണ്? നൈപുണ്യം. ഒരു വേർഡാണ് നൈപുണ്യം. കഴിവ് നമ്മൾ പറയത്തില്ലേ? അല്ലെങ്കിൽ മറ്റൊരു വേർഡാണ് പ്രാവീണ്യം. ഓക്കെ, പ്രാവീണ്യം. അപ്പൊ ഡെക്സ്റ്ററസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്കിൽഫുൾ. അതിന്റെ സിനോണിമാണ് സ്കിൽഫുൾ എന്ന് പറയുന്ന വേർഡ്. മലയാളത്തിൽ നിങ്ങൾ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. നൈപുണ്യം അല്ലെങ്കിൽ പ്രാവീണ്യം. ഇവിടെ നോക്കിക്കേ, ഒരു പിക്ചർ ടീച്ചറുടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഒരു പെയിന്റർ ആണ് കേട്ടോ. അപ്പൊ അയാൾ വരയ്ക്കുന്നതിൽ എന്താണ്? നൈപുണ്യം ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ വരയ്ക്കുന്നതിൽ പ്രാവീണ്യമുള്ള ഒരാളാണ് അല്ലെ. അപ്പൊ അയാൾ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഡെക്സ്ട്രസ് എന്ന് വെച്ചാൽ? ഡെക്സ്ട്രസ് മീൻസ് എന്തെങ്കിലും ഒരു കഴിവുള്ള ആള്, എന്തെങ്കിലും ഒരു സ്കില്ലുള്ള ആള്. അതിനെയാണ് നമ്മൾ ഡെക്സ്ട്രസ് എന്ന് പറയാം. കഴിവിനെയാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ആംബി ഡെക്സ്ട്രസ്. സെക്കൻഡ് വേർഡ് എന്താ? ആംബി ഡെക്സ്ട്രസ്. അപ്പൊ ഡെക്സ്ട്രസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ആംബി ഡെക്സ്ട്രസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു വേർഡ് കിടപ്പുണ്ട്, ആംബി. അതെന്താന്ന് നമുക്ക് നോക്കാം. ആംബി ഡെക്സ്ട്രസ് എന്ന് വെച്ചാൽ capable of using both hands with equal skill. അതായത് നമ്മുടെ രണ്ട് കൈകളും ഒരേപോലെ സ്കില്ലുള്ള, അതായത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരു കൈകളും ഒരേപോലെ സ്കില്ലുള്ള ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ഒരേപോലെ സ്കില്ലുള്ളതിനെയാണ് നമ്മൾ ആംബി ഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ തുന്നുകയാണ്. ഓക്കെ, രണ്ട് കൈകളും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തുന്നിയെടുക്കുന്നത്. ആ ഒരു സ്കില്ല് രണ്ട് കൈകൾക്കും ഒരുപോലെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ആംബി ഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ആംബി ഡെക്സ്ട്രസ് എന്ന് വെച്ചാൽ എന്താണ്? കേപ്പബിൾ ഓഫ് യൂസിങ് ബോത്ത് ഹാൻഡ്സ് വിത്ത് ഈക്വൽ സ്കിൽ. ഇരു കൈക്കും ഒരേപോലത്തെ സ്കില്ലായിരിക്കും ഉണ്ടാകുക കേട്ടോ. രണ്ട് കൈയും ഒരുപോലെ പ്രാവീണ്യമുള്ളതിനെയാണ് ആംബി ഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് കൂടെ നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. ഡെക്സ്ട്രസ് ആൻഡ് ആംബി ഡെക്സ്ട്രസ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ. നെക്സ്റ്റ് വേർഡ് എന്താണ്? സിനിസ്റ്റർ എന്ന് വെച്ചാൽ എന്താ? ഈവിൽ ഓർ ത്രെറ്റനിങ് എന്ന് വെച്ചാൽ എന്താ? സിനിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ ദുഷ്ടൻ എന്നാണ് കേട്ടോ. ദുഷ്ടൻ. വേറെ വേർഡ് ഉണ്ട്, വക്രതയുള്ള എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? വക്രത, കാപട്യം അല്ലെങ്കിൽ കപടത. ഇതാണ് സിനിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിനിസ്റ്റർ, ഈവിൽ അല്ലെങ്കിൽ ത്രെറ്റനിങ്. ഈ ഒരു പിക്ചർ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഈ വേർഡ് എങ്ങനെ വായിക്കാം? നിങ്ങളൊന്ന് വായിച്ചേ. എങ്ങനെയാ വായിക്കുക? ഇത്
ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഗോഷ് എന്നാണ്. എങ്ങനെ വായിക്കേണ്ടത്? ഗോഷ് എന്നാണ് വായിക്കേണ്ടത്. ഗോഷ് മീൻസ് ഓക്വേർഡ്. എന്താണ്? ഓക്വേർഡ്. ഗോഷ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്വേർഡ്. ഓക്വേർഡ് എന്ന് വെച്ചാൽ എന്താ? അരോചകമായിട്ടുള്ളത്. എന്താണ്? അരോചകം. അരോചകം. അരോചകമായത് അതാണ് ഓക്വേർഡ് അല്ലെങ്കിൽ ഗോഷ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അരോചകമായത് ഗോഷ്. ഓക്കെ, ഗോഷ് എന്ന് വെച്ചാൽ എന്താണ്? അരോചകമായത്. മറ്റൊരു വേർഡ് മര്യാദയില്ലാത്തത്. അങ്ങനെയൊക്കെ നമുക്ക് മര്യാദയില്ലാത്തത്. മര്യാദയില്ലാത്തത്. ഓക്കെ, ഇതാണ് ഗോഷ്. നമ്മൾ 4 വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സിനിസ്റ്റർ എന്താണ്? സിനിസ്റ്റർ എന്താ? സിനിസ്റ്റർ മീൻസ് ഇവിൽ ഓർ ത്രെറ്റനിങ്, അതായത് തുഷ്ടൻ, വക്രത, കപടത, ഇതൊക്കെയാണ് സിനിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗോഷ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്വേർഡ്. ഓക്വേർഡ് മീൻസ് വളരെ അരോചകമായത് അല്ലെങ്കിൽ മര്യാദയില്ലാത്തത്. അതാണ് ഓക്വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 4 വേർഡ്സും പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി അടുത്ത 5ാമത്തെ വേർഡിലോട്ട് പോകാം. എന്താണ്? മിസാന്ത്രോപ്പിക്. വളരെ എളുപ്പമുള്ളൊരു വേർഡാണ് കേട്ടോ, മിസാന്ത്രോപ്പിക്. മിസാന്ത്രോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹേറ്റിംഗ്. ആ വേർഡ് വേണം നിങ്ങൾ ഓർത്ത് വെക്കാൻ. മിസോ എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് ഉണ്ട് കേട്ടോ. മിസോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹേറ്റ് എന്നാണ് മീനിങ്. മിസോ മീൻസ് ഹേറ്റ്. അപ്പൊ ഒരു വേർഡിന്റെ മുന്നേ ഒരു മിസ് എന്ന് വരാണെന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് വേർഡ് എന്താണ്? മിസോ എന്നായിരിക്കും. സോ മിസോ മീൻസ് ഹേറ്റ്. ഓക്കെ, അപ്പൊ മിസാന്ത്രോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മിസാന്ത്രോപ്പിക് മീൻസ് ഹേറ്റിംഗ്. ഈ ആന്ത്രോപോളജി അറിയാലോ. ആന്ത്രോപോളജി മീൻസ് മനുഷ്യനെ പറ്റി നരവംശ ശാസ്ത്രം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഹ്യൂമനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു വേർഡ് ആണ് ഈ ആന്ത്രോപോളജി എന്ന് പറയുന്നത്. അപ്പൊ മിസാന്ത്രോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഹേറ്റിംഗ് ഹ്യൂമൻ കൈൻഡ്. ഹേറ്റിംഗ് ഹ്യൂമൻ കൈൻഡ് എന്ന് വെച്ചാൽ എന്താ? മനുഷ്യവിദ്വേഷി. മനുഷ്യന്മാരെ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അതാണ് കേട്ടോ മനുഷ്യ വിദ്വേഷി. ഇതാണ് മിസാന്ത്രോപ്പിക്. മനുഷ്യ വിദ്വേഷി അല്ലെങ്കിൽ വിദ്വേഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് എന്താണ്? ആന്ത്രോപോളജി. ടീച്ചർ കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. ആന്ത്രോപോളജി എന്താണ്? പറഞ്ഞേ. ആന്ത്രോപോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതായത് നരവംശശാസ്ത്രം. നരവംശശാസ്ത്രം. ഓക്കെ, അതാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗൈനക്കോളജി. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ഫീമെയിൽ എൽമെന്റ്സ്. ഫീമെയിൽ എൽമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? എൽമെന്റ്സ് എന്ന് വെച്ചാൽ രോഗങ്ങൾ എന്നാണ് അർത്ഥം കേട്ടോ. രോഗങ്ങൾ. അപ്പൊ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിസാന്ത്രോപ്പിക് പഠിച്ചു, ആന്ത്രോപോളജി നമ്മൾ പഠിച്ചു, ഗൈനക്കോളജി പഠിച്ചു. നെക്സ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഡെക്സ്ട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്കിൽഫുൾ, പ്രാവീണ്യം, നൈപുണ്യം. ആംബിഡെക്സ്ട്രസ് എന്താ? നിങ്ങൾ ഓർത്തോണം. ബോത്ത് ഹാൻഡ്സ്, capable of using both hands with equal skill. എന്ന് വെച്ചാൽ എന്താണ്? 2 കൈയും ഒരുപോലെ പ്രാവീണ്യമുള്ളത്. അതാണ് ആംബിഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. അടുത്ത വേർഡ് എന്തായിരുന്നു? സിനിസ്റ്റർ എന്ന് വെച്ചാൽ എന്താ? സിനിസ്റ്റർ മീൻസ് ഈവിൽ, ദുഷ്ടൻ, വക്രത, കപടത. അതാണ് ഈവിൽ ഓർ ത്രെറ്റനിങ്. അതാണ് സിനിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത വേർഡ് എന്താ? ഗോഷ് മീൻസ് ഓക്വേർഡ് മീൻസ് അരോചകമായത് അല്ലെങ്കിൽ മര്യാദയില്ലാത്തത്. അതാണ് ഓക്വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഗോഷ് എന്ന് പറയുന്നത് എന്താണ്? ഓക്വേർഡ് ആണ്. നെക്സ്റ്റ് എന്താ നമ്മൾ പഠിച്ചത്? മിസാന്ത്രോപ്പിക് എന്ന് വെച്ചാൽ ഹേറ്റിംഗ് ഹ്യൂമൻ കൈൻഡ്, മനുഷ്യ വിദ്വേഷി. ആന്ത്രോപോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, നരവംശ ശാസ്ത്രം. ഗൈനക്കോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഫീമെയിൽ എൽമെന്റ്സ് എന്ന് വെച്ചാൽ സ്ത്രീ രോഗങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. പഠിച്ചാൽ മാത്രം പോരല്ലോ, നമുക്കത് പ്രാക്ടീസിലൂടെ ചെയ്താലേ ഒന്ന് സെറ്റായി വരത്തുള്ളൂ. ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. സിസ്റ്റം ഓഫ് ഓൺലി വൺ മാരേജ്. ഇത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഇപ്പൊ പഠിച്ചോളൂ. സിസ്റ്റം ഓഫ് ഓൺലി വൺ മാരേജ് എന്ന് പറയുന്നതാണ് മോണോഗമി കേട്ടോ. മോണോഗമി എന്ന് വെച്ചാൽ മോണോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക
മലയാളത്തിൽ പറഞ്ഞാൽ ഏക ഭാര്യത്വം. ഏക ഭാര്യത്വം. ഒരു പുരുഷന് ഒരു ഭാര്യ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് മോണോഗമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഹേറ്റ്രഡ് ഓഫ് വുമൺ. സ്ത്രീ വിദ്വേഷി, സ്ത്രീകളെ ഇഷ്ടമില്ലാത്തത് എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞു. നമ്മൾ ഹേറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓർത്ത് വെക്കുക. അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് മിസോ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ്. മിസോ മീൻസ് ഹെയ്റ്റ്. എവിടെയൊക്കെ മിസ് ഉണ്ടോ അല്ലെങ്കിൽ മിസോ ഉണ്ടോ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അത് അതിന്റെ മീനിങ് ഹെയ്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഹേറ്റ്രഡ് ഓഫ് വുമൺ മീൻസ് സ്ത്രീ വിദ്വേഷി എന്നുള്ളതാണ്. അതിന്റെ സ്ത്രീ വിദ്വേഷി എന്ന് പറയുന്നത് ബൈഗമി ആണോ, മിസോഗൈനി ആണോ, പോളിഗാമി ആണോ? ഓക്കെ, ഇതിന്റെ ആൻസർ മിസോഗൈനി എന്നല്ല കേട്ടോ. ഇതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് മിസോജിനി എന്നാണ് കേട്ടോ. മിസോജിനി. സോ ഇവിടെ ആൻസർ മിസോജിനി. ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യുന്നത് വുമണിനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. മിസോ മീൻസ് എന്താ? മിസോ മീൻസ് ഹെയ്റ്റ് ആണ് നമുക്കറിയാം. അപ്പൊ ജിനി എന്ന് പറയുന്ന ഈ ഒരു വേർഡ് വുമണിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ വുമൺ. സോ അവിടെ നിന്ന് നമുക്ക് ആ ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, മിസോജിനിയാണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇല്ലീഗൽ പ്ലൂറാലിറ്റി ഓഫ് മാരേജസ്. ഇല്ലീഗൽ പ്ലൂറാലിറ്റി ഓഫ് മാരേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൊണോഗമി ആണോ, ബൈഗമി ആണോ? ബൈഗമി അല്ല, ഇതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ബിഗമി എന്നാണ് കേട്ടോ. ബിഗമി, മിസോജിനി. എന്താണ്? മൊണോഗമി ആണോ, ബിഗമി ആണോ, മിസോജിനി ആണോ? എന്താണ് ആൻസർ? ആൻസർ ബിഗമി ആണ് കേട്ടോ. ബിഗമി എന്ന് വെച്ചാല് മലയാള അർത്ഥം ദ്വിഭാര്യത്വം എന്ന് വെച്ചാൽ ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളതാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ ബിഗമി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്റ്റഡി ഓഫ് ഫീമെയിൽ എയിൽമെന്റ്സ്. സ്റ്റഡി ഓഫ് ഫീമെയിൽ എയിൽമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതേ ഉള്ളൂ. എന്താണ് സ്റ്റഡി ഓഫ് ഫീമെയിൽ എയിൽമെന്റ്സ് എന്ന് പറയുന്നത്? ഗൈനക്കോളജി. എന്താണ് എയിൽമെന്റ്സ് എന്ന് വെച്ചാൽ? എയിൽമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? അസുഖം എന്നതാണ്. എയിൽമെന്റ്സ് മീൻസ് അസുഖം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈവിൽ ഓർ ത്രെറ്റനിങ് മീൻസ്. ഈവിൽ ഓർ ത്രെറ്റനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിനിസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്കിൽഫുൾ എന്ന് വെച്ചാൽ എന്താ? പ്രാവീണ്യം എന്ന് വെച്ചാൽ സിനിസ്റ്റർ ആണോ, ഡെക്സ്റ്ററസ് ആണോ, ആംബി ഡെക്സ്ട്രസ് ആണോ? ഏതാണ്? നമ്മൾ പഠിച്ചതാണ് ഡെക്സ്റ്ററസ്. അടുത്ത്, capable of using both hands. അതായത് ഇരു കൈകളും ഒരുപോലെ പ്രാവീണ്യമുള്ളത് എന്ന് പറയുന്നത് എന്താ? ഡെക്സ്ട്രസ് ആണോ, ആംബി ഡെക്സ്ട്രസ് ആണോ, ഗോഷ് ആണോ? ഏതാണ്? ആംബി ഡെക്സ്ട്രസ്. അടുത്ത്, ഹേറ്റിംഗ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. ഹേറ്റിംഗ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. ഹേറ്റ് വരുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക. അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് മിസോയാണ്. ഇവിടെ ഉണ്ടല്ലേ മിസാന്ത്രോപ്പ്. സോ ആൻസർ മിസാന്ത്രോപ്പ് ആണ് കേട്ടോ. ഓക്വേർഡ് എന്ന് വെച്ചാൽ ഏതാ വരുന്നത്? ഓക്വേർഡ് മീൻസ് അരോചകം എന്ന് പറഞ്ഞാൽ ഗോഷ്. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് മീൻസ് നരവംശാസ്ത്രം. ഏതാണ്? ആന്ത്രോപോളജി. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മള് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരട്ടെ. ഡെക്സ്ട്രസ്, ആംബി ഡെക്സ്ട്രസ്, സിനിസ്റ്റർ, ഗോഷ്, മിസാന്ത്രോപിക്, ആന്ത്രോപോളജി, ഗൈനക്കോളജി. പിന്നെ നെക്സ്റ്റ് നമ്മളിവിടെ പഠിച്ചു മോണോഗമി, മിസോജിനി, ബിഗമി. മൂന്ന് വേർഡ്സ് കൂടെ നമ്മൾ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ആൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ PDF നോട്ട് ഉണ്ടല്ലോ, PDF നോട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, ഇതിന്റെ PDF നോട്ട് അതായത് പ്രാക്ടീസ് ചെയ്യേണ്ട നോട്ട് ഞാൻ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിന്റെ പേര് നമ്മുടെ ചാനലിന്റെ പേര് തന്നെയാണ്. എന്താണ്? എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജോ എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അപ്പൊ ആ ഒരു ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് മുഖേന ഞങ്ങളെ അറിയിക്കുക.
മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care. Bye.